നമുക്കൊപ്പം ചേരുന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ സിറിയക് പാപ്പച്ചനാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം ഡോക്ടർ, എന്താണ് വന്ധ്യത? കുഞ്ഞുങ്ങൾക്കായി തയ്യാറെടുക്കുന്ന ദമ്പതികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വന്ധ്യത എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിച്ച് ഒരു വർഷത്തിനുള്ളിൽ കുട്ടി ഉണ്ടായില്ലെങ്കിലാണ് അത് വന്ധ്യതയ്ക്ക് കാരണമായിട്ട് നമ്മൾക്ക് നോക്കേണ്ടത്. അതൊരു 35 വയസ്സിന് താഴെയാണെങ്കിൽ ഒരു വർഷവും, 35 വയസ്സിന് മേളിലാണ് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6 മാസം അവർ ഒരുമിച്ച് താമസിച്ച് കുട്ടി ഉണ്ടായാൽ അത് വന്ധ്യതയ്ക്ക് ഒരു കാരണമുണ്ടാകും. അത് നമ്മൾക്ക് പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. അതാണ് വന്ധ്യത എന്ന് പറയുന്നത്. ഡോക്ടർ, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാവുന്നത്? നമുക്ക് വന്ധ്യത നമുക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വന്ധ്യത ഉണ്ടാകാം. അപ്പം നമ്മൾ എപ്പോഴും ഒരു കുട്ടി ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പം എപ്പോഴും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വേണം പോകാൻ, ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ച് വേണം പോകാൻ. കാരണം ഒരിക്കലും വിചാരിക്കരുത് വൈഫിനായിരിക്കും പ്രോബ്ലം അല്ലെങ്കിൽ ഹസ്ബൻഡിനായിരിക്കും പ്രോബ്ലം എന്ന് വിചാരിക്കരുത്. കാരണം വന്ധ്യത ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 20% കപ്പിൾസിൽ വന്ധ്യത കണ്ടുവരുന്നുണ്ട്. അത് ചെറിയൊരു നമ്പർ അല്ല. ഒരു പഠനം ഉണ്ടായിരുന്നു, 2050 ആകുമ്പോഴത്തേക്കിന് 50% കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ചിലപ്പം ടെസ്റ്റ് ശിശുക്കളായിരിക്കും എന്നൊരു പഠനം ഉണ്ടായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പുരുഷന്മാരുടെ ബീജാണുക്കളുടെ എണ്ണം കുറയുന്നതാണ്. അത് എത്രമാത്രം കുറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ 100-120 മില്യണും കണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 15 മില്യൺ, അതൊക്കെയാണ് നോർമൽ സ്പേംസിന്റെ നമ്പർ വന്നിരിക്കുന്നത്. ഇത് വീണ്ടും കുറയുന്നുണ്ട്. ഇതിന് കാരണങ്ങളുണ്ട്. ഇതൊന്ന് പുകവലി, അതുപോലെ തന്നെ വായു മലിനീകരണം, പിന്നെ പെസ്റ്റിസൈഡ്സ് യൂസേജ്, മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് അങ്ങനെയുള്ളതിനകത്ത് ഫുഡ് കഴിക്കുന്നത്, ഇതെല്ലാം അണുക്കളുടെ അളവ് ധാരാളമായിട്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വന്ധ്യതയ്ക്ക് ഒരു റീസൺ ആണ്. അപ്പം നേരത്തെ ആണെങ്കിൽ സ്ത്രീകളിൽ വന്ധ്യത കുറവും, വന്ധ്യതയുടെ റീസൺ കൂടുതൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കുറവായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് 50% സ്ത്രീകളിലും 50% പുരുഷന്മാരിലും വന്ധ്യത കണ്ടുവരുന്നുണ്ട്. ഇപ്പം പ്രായം കൂടുന്നതിനനുസരിച്ച് വന്ധ്യതയുടെ കാരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. നേരത്തെ കല്യാണം കഴിച്ച് നേരത്തെ കുട്ടികൾ ഉണ്ടാകാൻ എപ്പോഴും ശ്രമിക്കണം. കല്യാണം കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു ഫാമിലി സെറ്റിൽ ആവാൻ വേണ്ടി വീണ്ടും ടൈം എടുത്ത് പിന്നീട് നമ്മൾ കുട്ടികൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കിന് വന്ധ്യത ഒരു റീസൺ ആയിട്ട് മാറുന്നുണ്ട്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് വേറൊരു പഠനം ഉണ്ടായിരുന്നു. 24 വയസ്സ് തൊട്ട് ഏഷ്യൻ വംശജരായിട്ടുള്ള സ്ത്രീകൾ, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ സ്ത്രീകളിൽ വന്ധ്യത 24 വയസ്സ് തൊട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് അണ്ടത്തിന്റെ ഉൽപാദനവും അണ്ടാശയത്തിലെ അണ്ടത്തിന്റെ ക്വാളിറ്റിയും, ഇത് രണ്ടും 24 വയസ്സ് തൊട്ട് കുറഞ്ഞു വരുന്നുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ പല സ്ത്രീകളും കല്യാണം കഴിക്കുന്നത് പോലും 24 വയസ്സിന് ശേഷമാണ്. അപ്പം എഗ്ഗിന്റെ നമ്പർ അപ്പം തന്നെ കുറയുന്നുണ്ട്. വീണ്ടും കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടാകാൻ വീണ്ടും ഒരു കാലതാമസം ഉണ്ടാകുന്നതുകൊണ്ട് വീണ്ടും ഒരു വന്ധ്യതയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പുരുഷന്മാരിലാണെങ്കിലും കൗണ്ട് കുറയുന്ന ഒരു പ്രവണത ഇപ്പം കണ്ടുവരുന്നുണ്ട്. അത് പല കാരണങ്ങളും ഉണ്ടാവാം. വീണ്ടും അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നത്, അതുപോലെ ഹോട്ട് എൻവയൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ, കൂടുതൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരിലും നമുക്ക് വന്ധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഡോക്ടർ, സ്ത്രീയിലെ വന്ധ്യതയ്ക്കും പുരുഷനിൽ ഉണ്ടാവുന്ന വന്ധ്യതയ്ക്കും കാരണങ്ങൾ വ്യത്യസ്തമാണോ? സ്ത്രീകളിൽ കൂടുതൽ നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രവണത ഒന്നുകിൽ PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പം അതെന്താന്ന് വെച്ചാൽ അണ്ടാശയത്തിൽ അണ്ടം ഉണ്ട്, പക്ഷെ അണ്ടോൽപാദനമില്ല, അണ്ടം വളരുന്നില്ല, അണ്ടം ഓവുലേഷൻ ആകുന്നില്ല. ഓവുലേഷൻ ആകാതെ അല്ലെങ്കിൽ അണ്ടോൽപാദനം ഉണ്ടാവാതെ അണ്ടവും ബീജവുമായിട്ട് കൂട്ടിമുട്ടി കുഞ്ഞുണ്ടാകത്തില്ല. അപ്പം PCOD-കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം അണ്ടാശയത്തിൽ അണ്ടം ഉണ്ടെങ്കിലും അണ്ടോൽപാദനം ഇല്ലാത്തതും കുഞ്ഞുണ്ടാകാതിരിക്കുന്നതുമാണ്. എന്നാൽ മറ്റുള്ള ഓവറിയുടെ സിസ്റ്റുകൾ, അതുപോലെ എൻഡോമെട്രിയോസിസ്, അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ തന്നെ ഡിഫക്റ്റീവ് ആകാറുണ്ട്. ഓവുലേഷൻ നടക്കാറില്ല, അല്ലെങ്കിൽ ഓവുലേഷൻ നടന്നാൽ എഗ്ഗിന്റെ ക്വാളിറ്റി മോശമാണ്. പിന്നെ എൻഡോമെട്രിയോസിർക്ക് വേറൊരു പ്രശ്നം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടവാഹിനി കുഴൽ അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് അത് ഒട്ടിപ്പിടിക്കും. ഇപ്പൊ നമ്മളെ ട്യൂബ് ടെസ്റ്റ് അല്ലെങ്കിൽ HST ചെയ്യുന്നു, അല്ലെങ്കിൽ സലൈൻ സോണോഗ്രാഫി, അതായത് യൂട്രസിനുള്ളിലൂടെ ഫ്ലഷ് ചെയ്തിട്ട് നോക്കുന്ന കുറെ പരിപാടികളുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ട്യൂബ് നോർമൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ ട്യൂബിന്റെ അറ്റം, കുഞ്ഞ് പിടിക്കുന്ന ഭാഗം ഒട്ടിയിരിക്കുമായിരിക്കും ചെയ്യുന്നത്. അത് എൻഡോമെട്രിയോസിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ഉണ്ട് സ്കാനിങ്ങിൽ, അല്ലെങ്കിൽ യൂട്രസിനോ അല്ലെങ്കിൽ ഓവറിയിലോ ഒട്ടലുകൾ കാണുന്നുണ്ട്, യൂട്രസ് തിരിഞ്ഞിരിക്കുകയാണ്, റിട്രോവേർട്ടഡ് യൂട്രസ് എന്ന് പറയും. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലും
ഒരു ലാപ്രോസ്കോപ്പി തന്നെ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ആ സിസ്റ്റ് മാത്രം നീക്കം ചെയ്താൽ മാത്രം പോരാ, ഈ ഒട്ടലും കാര്യങ്ങളും നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്താൽ മാത്രമേ വന്ധ്യത പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റി അവർക്കൊരു നാച്ചുറൽ രീതി പ്രഗ്നൻസി കിട്ടാനുള്ള സാധ്യതകൾ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഒക്കെ ലാപ്രോസ്കോപ്പിയാണ് ഏറ്റവും നല്ലത്. അത് തന്നെ ഇപ്പോൾ നൂതനമായിട്ട് 3D ലാപ്രോസ്കോപ്പിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ചെറിയ പ്രോബ്ലം പോലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും, അത് കറക്റ്റ് ചെയ്യാൻ പറ്റും, അതിലൂടെ ഒരു കുഞ്ഞുണ്ടാവും. പിന്നെ ഉള്ളതാണെങ്കിൽ ഗർഭാശയ മുഴകൾ, അത് ഫൈബ്രോയിഡ്സ് എന്ന് പറയും. ഇത് യൂട്രസിൽ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് മുഴകൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകാത്തതുകൊണ്ടാണ് മുഴകൾ ഉണ്ടാകുന്നത്. ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ മുഴ, ഇത് ഏതെങ്കിലും ഒരെണ്ണം യൂട്രസിൽ വളരും. കുഞ്ഞുണ്ടാകാൻ താമസിച്ചു കഴിഞ്ഞാൽ മുഴയുണ്ടാവും. പിന്നെ ഈ മുഴ തന്നെ കുഞ്ഞുണ്ടാകുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് തന്നെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, പാറപ്പുറത്ത് വിതച്ചാലൊന്നും കിളിക്കത്തില്ല എന്നുള്ളത്. അതായത് മുഴയുണ്ടെങ്കിൽ കുഞ്ഞ് വളരാനും കുഞ്ഞ് വളർന്നാൽ തന്നെ അത് അബോർഷനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. അപ്പം ഫൈബ്രോയിഡ്സ് ഉണ്ട്, പ്രഗ്നൻസി ആകുന്നില്ല, അല്ലെങ്കിൽ അബോർഷൻ ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലാപ്രോസ്കോപ്പി ചെയ്ത് മുഴകളെല്ലാം നീക്കം ചെയ്യണം. എപ്പോഴും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ താമസമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് വയറ് കീറി ശസ്ത്രക്രിയ ചെയ്യുന്നതിനേക്കാളും നല്ലത് കീഹോൾ ശസ്ത്രക്രിയയാണ്. അതിനകത്ത് തുടർന്നുള്ള ഒട്ടലുകൾ, ഈ ഗർഭാശയ ഒട്ടലുകൾ, അണ്ഡാശയ ഒട്ടലുകളൊക്കെ വരാനുള്ള ചാൻസസ് കുറവാണ് ഈ കീഹോൾ ശസ്ത്രക്രിയയിൽ. അപ്പം അങ്ങനെ ശസ്ത്രക്രിയ ചെയ്ത് കീഹോളായിട്ട് അതെല്ലാം ക്ലിയർ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് പ്രഗ്നൻസിക്കുള്ള ചാൻസസ് കൂട്ടും. അതുപോലെ ചില സ്ത്രീകളിൽ ഗർഭാശയത്തിൽ അറകൾ ഉണ്ടാവാറുണ്ട്. ഇത് ജന്മന ഉണ്ടാകുന്നതാണ്. സെപ്റ്റം, സെപ്റ്റേറ്റ് യൂട്രസ്, സബ്സെപ്റ്റം, അങ്ങനെ പലതരത്തിലുണ്ട്. ഇത് നമുക്ക് താക്കോൽദൂരമായിട്ട് ഹിസ്ട്രോസ്കോപ്പി ചെയ്യുന്നതിലൂടെ അറിയാൻ പറ്റും. സ്കാനിങ്ങിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. സ്കാനിങ്ങിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സാധാരണ കുഞ്ഞ് വന്ന് പിടിക്കുന്നത് ഈ സെപ്റ്റത്തിലായിരിക്കും. ആ കുഞ്ഞുങ്ങൾ അബോർഷനായി പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കീഹോളായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ ഒരു പ്രഗ്നൻസി കിട്ടാനും മാസം തികഞ്ഞ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും കഴിയും. പുരുഷന്മാരിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൗണ്ട് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ചിലവർക്ക് അത് വളരെ കുറയാറുണ്ട്. അങ്ങനെ കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ചിലവർക്ക് ഈ വാരിക്കോസീൽ അല്ലെങ്കിൽ ഈ ഈ വൃഷണത്തിന് ചുറ്റിനും വെയിൻ ഉണ്ട്. ഈ വെയിനിന് കട്ടിക്കൂടുതലുണ്ടാവും. അത് ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4, ഗ്രേഡ് 5 അങ്ങനെ പല രീതിയിലും വാരിക്കോസീലിന്റെ ഗ്രേഡ്സ് ഉണ്ട്. കൂടുതൽ വാരിക്കോസീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ വാരിക്കോസ് വെയിൻ്റെ, അതായത് വൃഷണത്തിനുള്ളിൽ ചുറ്റിനുള്ള വെയിനിന് അതിന്റെ വാൽവ് നശിച്ചു പോകും. ആ നശിച്ചു പോകുന്നതിലൂടെ ഇതിനകത്ത് രക്തം കെട്ടിക്കിടക്കും. രക്തം കെട്ടിക്കിടക്കുമ്പോൾ രക്തത്തിന്റെ ചൂട് കൂടുതലാണ്, 37 ഡിഗ്രിയാണ്. അപ്പോൾ അത് അണുക്കളുടെ ഉൽപാദനത്തെ ഭയങ്കരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഉൽപാദനം കുറയുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ചൂട് കൂടുന്നുണ്ടെങ്കിൽ ഉൽപാദനം കുറയും. ഉൽപാദനം കുറയുമ്പോൾ ടോട്ടൽ കൗണ്ട് നല്ലതായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒരു 15 മില്യൺ വേണ്ടടുത്ത് ചിലപ്പോൾ 15 മില്യണോ, ചിലപ്പോൾ 20 മില്യണോ, ചിലപ്പോൾ 50 മില്യണോ കൗണ്ട് കാണും. പക്ഷെ നല്ല ചലനശേഷിയുള്ള അണുക്കൾ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നോക്കണം വാരിക്കോസീൽ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഹൈറ്റ് ഉള്ള പുരുഷന്മാരിൽ വാരിക്കോസീൽ കണ്ടുവരാറുണ്ട്. കൂടുതൽ സമയം നിൽക്കുന്നവരിൽ വാരിക്കോസീൽ കണ്ടുവരാറുണ്ട്. അങ്ങനെ വാരിക്കോസീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെ ഈ രക്തം ഈ വൃഷണത്തിൽ കെട്ടിക്കിടക്കും. അതായത് വെയിറ്റ് എടുക്കുമ്പോൾ, കക്കൂസി പോകുമ്പോൾ, മുക്കുമ്പോൾ, കൂടുതൽ സമയം നിൽക്കുമ്പോൾ, ഈ സമയത്തൊക്കെ വൃഷണത്തിൽ ഈ രക്തം കെട്ടിക്കിടക്കും. അത് രക്തത്തിന്റെ ചൂട് കാരണം അണുക്കളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്പറും എല്ലാം കുറയും. അപ്പൊ ഇത് താക്കോൽദ്വാരമായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ കൗണ്ട് കൂടുകയും നല്ലൊരു നോർമൽ പ്രഗ്നൻസി കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. തീർച്ചയായിട്ടും വാരിക്കോസീൽ കറക്റ്റ് ചെയ്യുന്നതിലൂടെ നേരത്തെ ഉണ്ടാകുന്നതിനേക്കാട്ടിലും കൂടുതൽ ക്വാളിറ്റി ഉള്ള അണുക്കൾ കൂടും. വൃഷണത്തിന്റെ ഡാമേജും എത്രമാത്രം അണുക്കൾ കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്നു എന്നുള്ളതെല്ലാം 3 മാസം സർജറി കഴിഞ്ഞ് 3 അല്ലെങ്കിൽ 4 മാസത്തിന് ശേഷം നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ സർജറിയുടെ ക്വാളിറ്റി ഒരു 2 ഇയേഴ്സ് വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടും. അതിനുശേഷം ചിലവർക്ക് പുതിയ വെയിൻ വരാനും ചിലപ്പം സ്പേംസിന്റെ ക്വാളിറ്റി വീണ്ടും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ സർജറി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 3 മാസം കഴിഞ്ഞ് അഗ്രസീവായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് പ്രഗ്നൻസിക്കായിട്ട് ശ്രമിക്കണം. പിന്നെ ചില പുരുഷന്മാർക്ക് അല്ലാതെ തന്നെ ഈ അണുക്കളുടെ ഉൽപാദനം കുറയാറുണ്ട്. അത് നമുക്ക് FSH എന്ന് പറയുന്ന ഒരു ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആ ഒരു രക്തപരിശോധന നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയാണ് ഈ ഹോർമോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ സാധാരണ രക്തപരിശോധനയിലൂടെ അറിയാൻ പറ്റും. സാധാരണ രീതിയിൽ പുരുഷന്മാർക്ക് 4 താഴെയാണ് ഈ ഹോർമോൺ വേണ്ടത്. പക്ഷെ അണുക്കളുടെ ഉൽപാദനം കുറവുള്ളവർക്ക് നമ്മൾ ഈ രക്തം പരിശോധിക്കുമ്പോൾ അത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. 10, 15, 20 അങ്ങനെയൊക്കെ കൂടി പോകാറുണ്ട് ചിലവർക്ക്. അപ്പൊ ഈ കൂടുന്നതിനനുസരിച്ച് വൃഷണത്തിൽ ഉള്ള അണുക്കളുടെ ഉൽപാദനം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് നമുക്ക് പരിശോധിച്ച് നോക്കണം. അങ്ങനെ കുറെ ഇത് അണുക്കളുടെ ഉൽപാദനം കുറയുന്നുണ്ട്, ഡാമേജ് ഉണ്ട്, ടെസ്റ്റിസിന് ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർ നേരത്തെ തന്നെ ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ, ടെസ്റ്റ് ട്യൂബ് ബേബി ട്രീറ്റ്മെന്റിലോട്ട് പോകേണ്ടതാണ്, IVF ഫിക്സിലോട്ട് പോകേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതകൾ കൂടും.
കാരണം ഇങ്ങനെയുള്ള ഒരു കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 1-2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അണുക്കൾ തീരെ ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഒരു കുഞ്ഞുണ്ടാകാൻ ശ്രമിക്കണം. ഇപ്പൊ ചിലവർക്ക് കുഞ്ഞുനാളിൽ മംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം അത് ടെസ്റ്റിസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അഡൽട്ട് ആയിരിക്കുമ്പോൾ മംസ് വരുമ്പോഴും ടെസ്റ്റിസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ടോർഷൻ ഈ ടെസ്റ്റിസ് കുരുങ്ങി പോകുന്നത്, കുഞ്ഞുനാളിൽ എന്തെങ്കിലും ട്രോമ വരുന്നു, ഇവർക്കൊക്കെ അണുക്കളുടെ ഉൽപ്പാദനം ചിലവർക്ക് വളരെയധികം കുറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്കൊരു ഡോക്ടറിന്റെ അടുത്തേക്ക് കഴിയുമ്പോൾ ഡോക്ടർ പരിശോധിച്ച് നോക്കുന്നതിലൂടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുത്ത് കറക്റ്റ് ട്രീറ്റ്മെന്റോടെ പ്രഗ്നൻസി കണ്ടുപിടിക്കാൻ പറ്റും. ചില പുരുഷന്മാർക്ക് നമുക്ക് ബീജം പരിശോധിക്കുമ്പോൾ വിസ്കോസിറ്റി കൂടുതൽ കണ്ടുവരാറുണ്ട്. ഇപ്പൊ അത് ഒത്തിരി നമ്മൾ കണ്ടുവരുന്നുണ്ട്, വിസ്കോസിറ്റി കൂടുതൽ. അതായത് ബീജത്തിൽ ബീജമുണ്ട്, ബീജാണുക്കളുണ്ട്. അപ്പൊ ബീജത്തിന്റെ എന്തെങ്കിലും ക്വാളിറ്റി മോശമാണെങ്കിലോ അല്ലെങ്കിൽ അണുക്കൾ കാണും. പക്ഷേ ഈ വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ അണുക്കൾക്ക് മുന്നോട്ട് പോകാനുള്ള ചലനശേഷി ഇല്ലാതാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ ബന്ധപ്പെട്ടതിന് ശേഷം ബാത്റൂമിൽ പോയി കഴിയുമ്പോൾ ഈ ബീജം ഫുള്ള് പുറത്തു പോവുകയും അണുക്കൾ അതിനോട് തന്നെ പുറത്തു പോവുകയും ചെയ്യും. അപ്പം അവർക്ക് പ്രഗ്നൻസി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് IUI ഭയങ്കര ഫലപ്രദമാണ്. അതായത് ബീജത്തിൽ നിന്ന് അണുക്കൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതും മീഡിയ ആയിട്ട് മിക്സ് ചെയ്ത് ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കും. അപ്പോൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അണുക്കൾക്ക് കുറച്ച് ദൂരം മാത്രം സഞ്ചരിച്ചാൽ മതി. ഈ വിസ്കോസിറ്റി കാരണമുള്ള പ്രോബ്ലംസ് എല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഈ നേരത്തെ പ്രഗ്നൻസി ആകാനുള്ള ചാൻസസും കൂടും. ഇത് എത്രമാത്രം ചാൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ബന്ധപ്പെട്ട എത്ര ശതമാനം ചാൻസ് ഉണ്ടോ അതിനേക്കാൾ ഒരു 10-15% ചാൻസ് കൂടും. ഫോർ എക്സാമ്പിൾ, ഈ ഹസ്ബൻഡും വൈഫും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10% ചാൻസ് ആണെങ്കിൽ IUI ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് 20-25% ചാൻസ് ആയിട്ട് മാറും. അപ്പോൾ തീർച്ചയായിട്ടും നാച്ചുറലി ട്രൈ ചെയ്ത് പ്രഗ്നൻസി ആയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഒരു ട്രീറ്റ്മെന്റ് ആണ് IUI. അതിനകത്ത് പ്രഗ്നൻസിക്കുള്ള ചാൻസസ് കൂടുതലാണ്. IUI ഒരു 6 മാസം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. 6 മാസത്തിനുള്ളിൽ നമുക്കൊരു പ്രഗ്നൻസി റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം, വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, എന്തെങ്കിലും മിസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു ലാപ്രോസ്കോപ്പി ചെയ്യേണ്ടി വരും. ലാപ്രോസ്കോപ്പിക്കകത്ത് നമുക്ക് ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, യൂട്രസിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ യൂട്രസിനുള്ളിൽ കുഞ്ഞ് വളരുന്നതിനോ കുഞ്ഞ് മുന്നോട്ട് വളരുന്നതിനോ പ്രഗ്നൻസി ആകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രഗ്നൻസി കിട്ടും. പിന്നെ നമ്മൾ വയറിൽ 2-3 ചെറിയ കെഴുത്തിട്ട് യൂട്രസ്, ട്യൂബ്, ഓവറി അതെല്ലാം പരിശോധിക്കും. ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യും. ട്യൂബ് ടെസ്റ്റ് ചെയ്യും. ട്യൂബിന് ബ്ലോക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. അങ്ങനെ പ്രഗ്നൻസിക്കുള്ള ചാൻസസ് കൂടും. ഇനി അടുത്തൊരു ലെവൽ ട്രീറ്റ്മെന്റ് ആണ് IVF അല്ലെങ്കിൽ ടെസ്റ്റ് ശിശു. അത് എന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു, പക്ഷെ പ്രഗ്നൻസി ആയില്ല, അല്ലെങ്കിൽ പുരുഷന്മാരുടെ കൗണ്ട് വളരെ കുറവാണ്, അങ്ങനെയുള്ള ഒരു കപ്പിൾസിന് നമ്മൾ ഓഫർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് ഈ ടെസ്റ്റ് ശിശു അല്ലെങ്കിൽ ശരി IVF ഡോക്ടർ. ചികിത്സാ രീതി. ഈ ശരി ഡോക്ടർ, IVF വ്യക്തമാണ്. നേരത്തെ നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, വടക്കാഞ്ചേരിയിൽ നിന്ന് ബിന്ദുവാണ്. ഓക്കെ. ബിന്ദു, ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി സാർ. സാറ് പിന്നെ ഞാൻ എൻ്റെ മോളുടെ കാര്യം ചോദിക്കാനാണ്. അവള് ആര്യ എന്നാണ് പേര്. 34 വയസ്സായി ഇപ്പോ. കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. അപ്പൊ ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ പിന്നെ പഠിത്തം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പൊ എന്തായി, ഇപ്പോഴാണ് ഇപ്പൊ ഒരു വർഷം മുന്നേ അവർക്ക് കുട്ടികൾ വേണമെന്നുള്ളൊരു താല്പര്യം വന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. രണ്ടാൾക്കും വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവര് ഇപ്പോ തൈറോയിഡിന്റെ പ്രശ്നമുണ്ട്. കല്യാണം കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോ തൈറോയിഡും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോ കുട്ടികളായിട്ടില്ല, പക്ഷെ അവരിങ്ങനെ ജോലി, പഠിത്തം പറഞ്ഞിങ്ങനെ നോക്കി ഇത്രയും കാലം ഇരുന്നതാണ് സാറേ. ഇപ്പൊ പറയണത് പിന്നെ ഇത്രയും വയസ്സായില്ലേ, ഇനി എനിക്ക് കുട്ടിയാവോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളുണ്ടാവും. നമുക്ക് എപ്പോഴും നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ അണ്ഡാശയത്തിൽ അതെ, മനസ്സിലായി. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു കുഞ്ഞുണ്ടാകാനാണ് എളുപ്പം. ഈ ലോകത്ത് ഏറ്റവും കിട്ടാൻ എളുപ്പമുള്ള ഒരു സംഭവം ഒരു പ്രഗ്നൻസിയാണ്. ഇത്രയും എളുപ്പം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. പൈസ ഉണ്ടെങ്കിൽ പ്രഗ്നൻസി കിട്ടും, പൈസ ഇല്ലെങ്കിൽ പ്രഗ്നൻസി കിട്ടും, മെലിഞ്ഞാൽ പ്രഗ്നൻസി കിട്ടും, മണ്ണം ഉണ്ടെങ്കിൽ പ്രഗ്നൻസി കിട്ടും, ഒരു പണി ചെയ്തില്ലെങ്കിലും പ്രഗ്നൻസി കിട്ടും, ദേഹം ജോലി ചെയ്യുന്നവർക്ക് പ്രഗ്നൻസി കിട്ടും. അങ്ങനെ ഈ ലോകത്ത് കിട്ടാനുള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ് പ്രഗ്നൻസി. പക്ഷെ പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കണം എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് ആലോചിക്കണം. ഇപ്പം ഈ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചാണെങ്കിലും 1 വർഷം കൊണ്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ 1 വർഷത്തിൽ 12 മാസമാണുള്ളത്. ഈ 12 മാസത്തിൽ ഓരോ മാസവും ശരിക്കും നമുക്ക് ഒരു ഓവുലേഷൻ നടക്കും. ആ ഒരു ദിവസമാണ് നമുക്ക് പ്രഗ്നൻസിക്ക് ചാൻസ് കൂടുതൽ. അതായത് 30 ദിവസത്തിൽ ഒരു ദിവസമേ നമുക്ക് കിട്ടത്തുള്ളൂ.
അങ്ങനെ 12 മാസം, അതായത് ഒരു വർഷത്തിൽ ശരിക്കും 12 ചാൻസ് ആണ് നമുക്കൊരു മനുഷ്യന് കിട്ടുന്നത് പ്രഗ്നൻസി കിട്ടാൻ. ഈ 12 ചാൻസിനകത്തും പ്രഗ്നൻസി കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. അതായത് കൗണ്ട് നല്ലതാണ്, അണ്ഡാശയത്തിൽ അണ്ടം ഉണ്ട്, അണ്ടോൽപാദനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രഗ്നൻസി കിട്ടണം. ഒരിക്കലും ഒരു പ്രഗ്നൻസി കിട്ടാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ടാണ് പല സ്ത്രീകളും കല്യാണം കഴിച്ച് തീർച്ചയായിട്ടും അവർക്ക് ആദ്യത്തെ മാസം അല്ലെങ്കിൽ രണ്ടാമത്തെ മാസവും പ്രഗ്നൻസി ആവുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടത്ത് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേരുണ്ട് ഇപ്പം കല്യാണം കഴിച്ച ഉടനെ പ്രഗ്നൻസി ആവും. പ്രഗ്നൻസി ആയില്ല എങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കണം. അപ്പോൾ ഈ 35 വയസ്സായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത് ഒരു ആവശ്യകതയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഹസ്ബൻഡ് കൗണ്ട് നോർമൽ ആണെങ്കിൽ നമുക്കൊരു ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കണം. ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീയുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നോർമൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തത്, ഈ സെയിം കപ്പിൾ ഒരു വർഷം കൂടെ ട്രീറ്റ്മെന്റ് എടുത്ത് ഒന്നുകിൽ നോർമലായിട്ട് ഓവുലേഷനുള്ള മരുന്നെടുത്ത് 6 മാസം ട്രൈ ചെയ്ത് നോക്കുക. ആയില്ലെങ്കിൽ 6 മാസം IUI ചെയ്യുക. ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1 ഇയർ കഴിയുമ്പോൾ IVF പോകണം. കാരണം അപ്പത്തേന് 36-37 വയസ്സായി. അപ്പൊ വീണ്ടും എഗ്ഗിന്റെ ക്വാളിറ്റി കുറയും. ഇന്ത്യൻ സ്ത്രീകൾ ഒരു 37-38 വയസ്സാകുന്നതിന് വളരെയധികം എഗ്ഗിന്റെ ക്വാളിറ്റി കുറയാനുണ്ട്. ഡോക്ടർ അപ്പൊ വ്യക്തമാണ്. എഗ്ഗ് തീർന്നു പോകുന്ന ഒരവസ്ഥ എല്ലാ സ്ത്രീകളും കണ്ടുവരും. എഗ്ഗ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പ്രഗ്നൻസി കിട്ടത്തില്ല. അപ്പൊ എഗ്ഗ് തീരുന്നതിന് മുന്നേ തന്നെ ഒരു പ്രഗ്നൻസിക്കായിട്ട് ശ്രമിക്കണം. ഡോക്ടർ, പാരമ്പര്യം വന്ധ്യതയ്ക്ക് ഒരു പ്രധാന കാരണമാണോ? പാരമ്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ജനിതകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് വന്ധ്യതയ്ക്ക് ഒരു കാരണമാകാം. ജനിതക അസുഖങ്ങൾ, പക്ഷെ നമുക്ക് ഇപ്പോൾ ജനിതക വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഹിസ്റ്ററി എടുക്കുന്നുണ്ട്, പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കുന്നതിലൂടെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് ഹിസ്റ്ററി എടുക്കുന്നതിലൂടെ അത് മനസ്സിലാക്കി ആ പർട്ടിക്കുലർ അസുഖത്തിന് വേണ്ടിയുള്ള ജീൻ ടെസ്റ്റിംഗ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു പർട്ടിക്കുലർ നമുക്ക് IVF ചെയ്തിട്ട് എംബ്രിയോ ആക്കി എംബ്രിയോ ബയോപ്സി നമ്മൾ ചെയ്ത് ആ പർട്ടിക്കുലർ എംബ്രിയോ എല്ലാം നമുക്ക് ഈ പാരമ്പര്യ അസുഖങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. നോക്കി ഈ അസുഖങ്ങൾ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ തലസീമിയ, അതുപോലെ നമ്മുടെ ഈ സ്പൈനൽ മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞ SMA എന്ന് പറഞ്ഞ അസുഖം, അങ്ങനെയൊക്കെ നമുക്ക് 17 കോടി രൂപയുടെ മരുന്നൊക്കെ നമുക്ക് ക്രൗഡ് ഫണ്ടിങ് ചെയ്യേണ്ടി വന്ന ഒരു കുഞ്ഞിന് വേണ്ടി. അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള കപ്പിൾസിന് മൾട്ടിപ്പിൾ ടൈംസ് അബോർഷൻസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ആദ്യം കാരിയോടൈപ്പിംഗ് നോക്കും. കാരിയോടൈപ്പിംഗ് നോക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ജനിതക വൈകല്യം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ജനിതക വൈകല്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള അടുത്ത ലെവൽ ട്രീറ്റ്മെന്റ്, അതായത് ഈ PGTA അല്ലെങ്കിൽ PGTM, PGTSR, അങ്ങനെ നമുക്ക് ഈ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ് എന്നുള്ള പരിശോധന നമുക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അപ്പം എന്നിട്ട് വീണ്ടും കാരിയോടൈപ്പിംഗ് നോർമൽ ആണ്, വേറെ പ്രത്യേകിച്ച് കുഴപ്പം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീൻ ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. അത് മൈക്രോ അറേ ജീൻ ടെസ്റ്റിംഗ് എന്ന് പറയും. അത് അടുത്ത ലെവൽ ടെസ്റ്റാണ്. അതിന് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിരിക്കും. ഒരു ടെസ്റ്റിങ്ങിന് ഏകദേശം ഒരാൾക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് 10,000 രൂപ അടുപ്പിച്ച് കോസ്റ്റ് വരും. ചെയ്യുമ്പം ഹസ്ബൻഡ് വൈഫ് രണ്ടുപേർക്കും ചെയ്യേണ്ടി വരും. അപ്പോൾ അന്നേരം നമുക്ക് അറിയാൻ പറ്റും വേറെ എന്തെങ്കിലും ജീൻ ലെവലിൽ പ്രോബ്ലം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ കുഞ്ഞുങ്ങൾ നമ്മൾ 5 ദിവസം വളർത്തിയെടുത്ത് IVF ചെയ്ത് 5 ദിവസം വളർത്തും. ബ്ലാസ്റ്റോസിസ് എന്ന് പറയും. ആ സ്റ്റേജ് വരെ വളർത്തിയെടുത്തതിന് ശേഷം എംബ്രിയോ ബയോപ്സി ചെയ്യും. എംബ്രിയോ ബയോപ്സി ചെയ്യുന്നതിലൂടെ നമുക്ക് എംബ്രിയോയുടെ ഈ കോശങ്ങൾ 3-4 കോശങ്ങൾ എടുത്തിട്ട് നമ്മളത് ആംപ്ലിഫൈ ചെയ്തിട്ട് അത് ഇതിനകത്ത് പഠനങ്ങൾ ചെയ്യും. ഈ പർട്ടിക്കുലർ ജീൻസ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആദ്യം നമ്മൾ നോക്കുന്നത് ഈ എംബ്രിയോ നോർമൽ ആണോ അല്ലയോ നോക്കും. നോർമൽ ആയിട്ടുള്ള എംബ്രിയോയിലായിരിക്കും ജീൻ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. വീണ്ടും ചെയ്തിട്ട് പർട്ടിക്കുലർ ജീൻസ് ഉണ്ടെന്ന് നോക്കും. അങ്ങനെയുള്ള മോശമായിട്ടുള്ള എംബ്രിയോ നമ്മൾ കളഞ്ഞിട്ട് നല്ല എംബ്രിയോ മാത്രം സെലക്ട് ചെയ്തിട്ട് അത് ഗർഭാശയത്തിൽ നിക്ഷേപിക്കും. ഈ കുഞ്ഞ് പിന്നെ അവിടെ പിടിച്ചു വളർന്നാൽ മാത്രം മതി. ഇതിലൂടെ ഈ കപ്പിൾസിന് ഒരു നോർമൽ കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റും. IVFന്റെ തന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ബ്ലാസ്റ്റോസിസ്റ്റ് ഫ്രീസോൾ എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. അതായത് IVF പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കുഞ്ഞിനെ വളർത്തിയെടുക്കും. അപ്പൊ നമുക്ക് അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ എംബ്രിയോ കിട്ടും. പക്ഷെ ഇത് ക്വാളിറ്റി ഉള്ള എംബ്രിയോ ആണോ ഇല്ലയോ നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഈ ക്വാളിറ്റി ഉള്ള എംബ്രിയോ ശരിക്കും 5 ദിവസം വരെ നമുക്ക് ലാബിൽ വളർത്തിയെടുത്തുകൊണ്ട് വരാൻ പറ്റും. അതായത് ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് എന്ന് പറയും. അപ്പൊ ഈ കുഞ്ഞിനെ നമുക്ക് 5 ദിവസം വളർത്തിയെടുക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ, ബ്ലാസ്റ്റോസിസ് സ്റ്റേജ് വരെ നമുക്ക് ലാബിനുള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് പിന്നീട് നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ചെയ്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ 80% വരെ ചാൻസ് ഉണ്ട്. 80% വരെ. അപ്പൊ ഇത് 2 ടൈപ്പാണ് എംബ്രിയോ ട്രാൻസ്ഫർ വരുന്നത്. ഒന്ന് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ, 2 ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ. വന്ധ്യതയ്ക്കുള്ള ചികിത്സാ രീതികളെക്കുറിച്ചും IVF പോലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് വ്യക്തമാക്കാമോ?
ചികിത്സ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ടുള്ളതിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ നമുക്ക് ഈ വന്ധ്യതയ്ക്കകത്ത് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം ആദ്യമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രക്തപരിശോധനയുണ്ട്. നമുക്കിപ്പം എല്ലാം നോർമൽ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. നോർമൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. അപ്പം നേരത്തെ ഒരു സ്കാനിനകത്ത് PCOD നേടിയത്. പക്ഷെ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് പരിശോധിച്ചു, AMH എന്ന് പറയും, ആന്റി മുള്ളേരിയൻ ഹോർമോൺ. അപ്പൊ അത് പരിശോധിക്കുന്നതിലൂടെ തന്നെ ഈ കുട്ടിക്ക് എത്രമാത്രം അണ്ഡാശയത്തിൽ അണ്ടം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഈ റോങ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാറുണ്ട്, PCOD എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പരിശോധനയ്ക്കകത്ത് ഈ അണ്ഡാശയത്തിൽ അണ്ടത്തിന്റെ എണ്ണം കുറവാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രിമച്വർ ഓവറിയൻ ഫെയിലിയറിലോട്ട് പോകുന്നുണ്ട്. അതായത് അണ്ഡാശയത്തിൽ അണ്ടത്തിന്റെ എണ്ണം കുറയുന്നുണ്ടെന്ന് അർത്ഥം. അങ്ങനെയുള്ളവർ നേരത്തെ കല്യാണം കഴിച്ച് നേരത്തെ കുട്ടികളുണ്ടാകാൻ ശ്രമിക്കണം. എത്രയും പെട്ടെന്ന് ഫാമിലി കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഈ ഫ്രീസോൾ എംബ്രിയോ ട്രാൻസ്ഫറിനകത്ത് നമുക്ക് പ്രഗ്നൻസി റേറ്റ് 80% വരെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ അണുക്കളില്ലാത്ത അല്ലെ അസൂസ്പെർമിയ കണ്ടീഷനുള്ള പുരുഷന്മാർക്ക് അവർക്ക് സ്വന്തം അണുക്കൾ വെച്ച് ഒരു കുഞ്ഞിന്റെ ഫാദർ ആകണം, അപ്പനാകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കുള്ള ഒരു ചികിത്സാ രീതിയാണ് മൈക്രോ ടീസ എന്ന് പറയും. അതായത് സാധാരണ ടെസ്റ്റിക്കുലർ ബയോപ്സി എന്ന് പറയുന്നത് വൃഷ്ണത്തിൽ നിന്ന് ചുമ്മാതെ നമ്മൾ 2-3 വട്ടം ബയോപ്സി എടുത്ത് പരിശോധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പം നെഗറ്റീവായിട്ട് റിസൾട്ട് കിട്ടാറുണ്ട്. എന്നിരുന്നാൽ ഇങ്ങനെയുള്ളവർക്ക് വൃഷ്ണത്തിൽ അങ്ങും ഇങ്ങും ഏതെങ്കിലും ഒരു ഭാഗത്ത് അണുക്കളുടെ ഉൽപ്പാദനം ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ 3 മുതൽ 6 മാസം ഇഞ്ചെക്ഷൻസും മെഡിസിൻസും കൊടുത്തതിന് ശേഷം നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ ഈ വൃഷ്ണത്തിന് നമ്മൾ സർജറി ചെയ്യും. സർജറി ചെയ്തിട്ട് എവിടെയാണ് അണുക്കളുടെ ഉൽപ്പാദനം കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉള്ള ആ ഭാഗം നമുക്ക് ബാക്കിയുള്ള ഭാഗത്തിനെക്കാട്ടിലും വലുതായിട്ട് കാണാൻ പറ്റും. അതിന് സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറയും. അങ്ങനെ നമ്മൾ വലിയ മൈക്രോസ്കോപ്പിന്റെ കീഴിൽ പരിശോധിച്ച് ഈ അണുക്കൾ ഉൽപ്പാദനം വരാനുള്ള ചാൻസ് ഉള്ള കോശങ്ങൾ നമ്മൾ പുറത്തെടുത്ത് ഒരു 20 മുതൽ 40 മടങ്ങ് വലിയ മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വീണ്ടും ഈ കോശങ്ങൾ കട്ട് ചെയ്ത് അത് വെച്ച് അണുക്കളെ കിട്ടും. ഇങ്ങനെ അണുക്കൾ കിട്ടാൻ 50% ചാൻസും കിട്ടിയ അണുക്കൾ വെച്ച് പ്രഗ്നൻസി കിട്ടാൻ 50% ചാൻസും ആണുള്ളത്. അപ്പം തീരെ അണുക്കൾ ഇല്ലാത്തവർക്ക് പോലും ഈ ഒരു മൈക്രോടീസ് ചികിത്സയിലൂടെ ഡോക്ടർ വ്യക്തമാണ്. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. വന്ധ്യതയെക്കുറിച്ചും നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനുമായ ഡോക്ടർ സിറിയക് പാപ്പച്ചനാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമസ്കാരം.